വയനാട് മാനന്തവാടിയിൽ ഇന്നലെ മയക്കുവെടിവെച്ച തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു. ബന്ദിപ്പൂർ വെച്ചാണ് കാട്ടാന ചെരിഞ്ഞത്. കർണാടക സർക്കാർ ഔദ്യോഗികമായി കേരളത്തെ അറിയിച്ചു. കർണാടകയ്ക്ക് കൈമാറിയ ശേഷമായിരുന്നു കൊമ്പൻ ചെരിഞ്ഞത്. ആരോഗ്യനില മോശമായിരുന്നുവെന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടം കേരളവും കർണാടകവും സംയുക്തമായി നടത്തുമെന്ന് വനംമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സൗമ്യശീലനായ ആനയായിരുന്നു. വിദഗ്ധ സമിതിയെ വെച്ച് സംഭവം പരിശോധിക്കും. ശാസ്ത്രീയമായ സുതാര്യമായ അന്വേഷണം നടത്തുമെന്നും വനം മന്ത്രി പ്രതികരിച്ചു. 17 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് തണ്ണീർക്കൊമ്പനെ ഇന്നലെ കർണാടകയിലെത്തിച്ചത്. വയനാട് അതിർത്തി കഴിഞ്ഞ് കർണാടക വനം വകുപ്പിന്റെ ബന്ദിപ്പൂരിലുള്ള ആനക്യാമ്പിലെ കൂട്ടിലേക്കാണ് തണ്ണീർക്കൊമ്പനെ മാറ്റിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടാനായത്. ഒരു കാര്യം വെച്ചിട്ട് ഡോറ് തുറന്ന് മേലെ കയറ്റുന്നു. തുടർന്ന് എലിഫന്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം തണ്ണീർക്കൊമ്പനെ ഇന്ന് തന്നെ കാട്ടിലേക്ക് തുറന്നുവിടാനായിരുന്നു തീരുമാനം.